പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസികളുടെ വാർത്തകൾ എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യൂ. പ്രവാസി ലോകത്തിന്റെ വാർത്തകൾ എപ്പോഴും നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്. ഇന്നത്തെ വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം. ടിക്ടോക്കിലെ അമ്മാമ്മയെയും കൊച്ചുമകനെയും ആർക്കാണ് അറിയാത്തത്? സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് താരങ്ങൾ. ഇവർ രണ്ടുപേരും പറന്ന് ഇപ്പോഴേ മലേഷ്യയിൽ എത്തിയിരിക്കുകയാണ്. മലേഷ്യയിൽ തരംഗമാവുകയാണ് ഈ അമ്മാമ്മയും കുഞ്ഞുമോനും. എറണാകുളം ചിറ്റാറ്റുകര സ്വദേശികളായ മേരി ജോസഫ് എന്ന മുത്തശ്ശിയും ജിൻസൺ എന്ന കൊച്ചുമകനുമാണ് മലേഷ്യയിൽ ഇപ്പോൾ തരംഗമാവുന്നത്. പ്രവാസിയായ ജിൻസൺ അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ ടിക്ടോക്കിലൂടെ ഷെയർ ചെയ്ത വീഡിയോ അങ്ങനെ വൈറലായി. ഈ വീഡിയോയ്ക്ക് പിന്നെ മുത്തശ്ശിനെയും ചേർത്ത് നിർത്തി ഒത്തിരി ടിക്ടോക്ക് വീഡിയോകൾ ചെയ്തു. ഈ ടിക്ടോക്ക് വീഡിയോകളൊക്കെ ജനഹൃദയം കീഴടക്കുകയായിരുന്നു. അമ്മാമ്മയും കൊച്ചുമകനും കൂട്ടുകെട്ടിലൂടെ അവരുടെ യൂട്യൂബ് ചാനലിന് അങ്ങനെ 1 ലക്ഷത്തിലേറെ വരിക്കാരുമായി. ഇപ്പോഴേ അമ്മാമ്മയും കുഞ്ഞുമോനും കൂടെ മലേഷ്യയിൽ വരെ എത്തി. എറണാകുളത്തെ ഒരു ട്രാവൽ കമ്പനിയാണ് അമ്മാമ്മയ്ക്കും കൊച്ചുമകനും സൗജന്യമായ യാത്ര സ്പോൺസർ ചെയ്തത്. മലേഷ്യയിലെ ജോഹോർ മലയാളി കൂട്ടായ്മയുടെ സംഘടനാ സമിതിയുമായി മുൻപരിചയമുള്ള ജിൻസൺ യാത്രയുടെ കാര്യം അറിയിച്ചപ്പോൾ ഓണം പരിപാടിയിലേക്കും ക്ഷണം ലഭിക്കുകയായിരുന്നു. പാസ്പോർട്ട് പോലും ഇല്ലാത്ത അമ്മാമ്മയെ പെട്ടെന്ന് മലേഷ്യയിൽ എത്തിക്കുക അതൊത്തിരി വെല്ലുവിളിയായിരുന്നുവെങ്കിലും പാസ്പോർട്ട് ഓഫീസിലെ ഉദ്യോഗസ്ഥരിൽ മിക്കവരും അമ്മാമ്മയുടെ ആരാധകരായതിനാൽ ഒരു ദിവസം കൊണ്ട് തന്നെ പാസ്പോർട്ട് കയ്യിൽ കിട്ടിയെന്നാണ് ജിൻസൺ പറയുന്നത്. രാത്രി 8:30 നെടുമ്പാശ്ശേരിയിൽ നിന്നും വിമാനം കയറാൻ എത്തിയപ്പോൾ തുടങ്ങിയ സെൽഫി പിടുത്തം മലേഷ്യയിൽ എത്തിയിട്ടും തീരുന്നില്ല എന്നാണ് ജിൻസൺ പറയുന്നത്. ഉറങ്ങുന്ന അമ്മാമ്മയെ ആകാശത്ത് വെച്ചും സെൽഫി എടുത്ത് ഒരുപാട് കൊച്ചുമക്കൾ വിമാനത്തിൽ ഉണ്ടായിരുന്നെന്ന് സ്നേഹച്ചിരിയോടെ അമ്മാമ്മ പറയുന്നുണ്ട്. മലേഷ്യയിലെത്തിയ അമ്മാമ്മയും കൊച്ചുമകനും ആദ്യ 2 ദിവസങ്ങളിൽ ജോഹോർ മലയാളി കൂട്ടായ്മയിലെ മലയാളികളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി സ്ഥലങ്ങളൊക്കെ കണ്ടു, ഓണപരിപാടികളിലൊക്കെ സജീവമായി പങ്കെടുത്തു. പിന്നീട് അങ്ങോട്ട് സെൽഫിയുടെ ആഘോഷം തന്നെയായിരുന്നു. പരിപാടിക്കെത്തിയവർക്കായി അമ്മാമ്മ വേദിയിൽ ലൈവായി ടിക്ടോക്ക് സ്ക്രിപ്റ്റൊക്കെ അവതരിപ്പിച്ചപ്പോൾ ഏവർക്കും സന്തോഷം. അമ്മാമ്മയ്ക്ക് കുഞ്ഞു പാരിതോഷികവും നൽകിയ ആൾക്കാരെങ്ങനെ ജോളിയായി. എന്തായാലും കമന്റ് ബോക്സിൽ മൊത്തം അമ്മാമ്മയോടുള്ള ഇഷ്ടം കൊണ്ട് നിറയുകയാണ് ലോകമെമ്പാടും. ഈ അമ്മാമ്മയും കൊച്ചുമകനെയും കാണുമ്പോൾ അല്പം അസൂയയോടെ നമുക്ക് സന്തോഷിക്കാം. കാരണം പലപ്പോഴും നമ്മുടെ വീട്ടിലെ അമ്മാമ്മമാരെ നമുക്ക് പലപ്പോഴും ഇങ്ങനെ ഇത്രത്തോളം ചേർത്ത് നിർത്തി സ്നേഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും നിരവധിയാണ്. വീട്ടിലെ അമ്മാമ്മമാരെ ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാം. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം. മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ.